അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. മാഷാല്ലാ, ഞാനും എൻ്റെ ഫാമിലി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, നമ്മുടെ അയൽവാസിൽ രാവിലെ തന്നെ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നിരിക്കണ്. അപ്പോൾ ഏതായാലും വന്നതല്ലേ, കുറച്ച് അരിമണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതാണ് ആ കൊത്തിപ്പൊറുക്കി തിന്നണ കേട്ടോ. പിന്നെ അതാ കാക്ക മോളെ സ്കൂളിൽ കൊണ്ടാക്കി വന്നതിന് ശേഷം കേട്ടോ പണിക്കോവാറ്. അപ്പോൾ കാക്കയും കൂടി പോയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മുറ്റത്തോട്ടാണ് ഫസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ മഴയും കാറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുറ്റടിക്കാൻ നല്ല സുഖമുണ്ടോ. മഴ ആകുമ്പോൾ ആ ഒരു നാഞ്ഞാപ്പുറ്റം അത് കാണുമ്പോൾ എന്തോ പോലെയാണ്. പിന്നെ അതുപോലെ തന്നെ കാറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലിൻ്റെ സംസ്ഥാന സമ്മേളനമാണ്, അപ്പോഴും ഒരു മടിയാണ്. സംഭവം എന്തായാലും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറ്റം നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു വൃത്തി കൊണ്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ ഷോർട്സ് ഉണ്ടോ അതുകൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ന് മെറ്റൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കൊന്ന് മെറ്റൽ നന്നാക്കിയിട്ടില്ലെങ്കിൽ ആ കൽക്കുലത്താ കൂടും. കാരണം വണ്ടി ഇട്ട് തിരിക്കണതാണ്. പിന്നെ പോരാത്തതിൻ്റെ മോളെ ഹീറോ ഹോണ്ടി ഉണ്ട്, അതും ഇട്ടുങ്ങാണ്ട് അർമാദിക്കണം കേട്ടോ. എന്നാൽ പിന്നെ അതൊന്നും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് അടുക്കളയിൽ ഡ്യൂട്ടി ഇല്ലടോ. നമ്മൾ അടുക്കളയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊരു ലീവ് കൊടുത്തിട്ടോ. വേറെ ഒന്നല്ലടോ. അതിൽ നിന്നൊരു ചെറിയ വിശേഷം ഉണ്ട് കേട്ടോ. ഞങ്ങളിന്ന് നാത്തൂൻ്റെ വീട്ടിൽ നോമ്പറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നാത്തൂൻ മീൻസ് ഹസ്ബൻഡിൻ്റെ പെങ്ങളിട്ടാ, അവിടേക്ക് നോമ്പറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, നമ്മുടെ പരിപാടികളൊക്കെ അവിടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് ലീവാണ് കേട്ടോ. ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി വന്നിട്ട് ചോറ് വേണമെങ്കിൽ വെക്കാം, കറികളൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുണ്ടിടാൻ കേട്ടോ. പിന്നെ എല്ലാം കൂടി വെറുതെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പം നാത്തൂൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഒരേ ഒരു പെങ്ങളാണ്. പിന്നെ അവിടെ അള്ളിയനുണ്ട്, നാത്തൂൻക്ക് ഒരു മോളും 2 ആൺകുട്ടികളും. എല്ലാവരും കല്യാണം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവിടെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മോൾക്ക് അവിടെ പോണത് ഒരുപാട് സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ റീൽസ് എടുക്കലും ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് അവൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് കേട്ടോ. അവൾ മാത്രമല്ല ഞങ്ങളെല്ലാവരും കേട്ടോ. കാരണം അതിനൊരു പ്രത്യേകത ഉണ്ടല്ലേ, കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. മാഷാ അല്ലാ, എന്താ പറയുക. അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചേരലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വലിയ സന്തോഷം വേറെ ഒന്നുമില്ലല്ലേ. അപ്പോൾ ഇന്ന് നോമ്പറപ്പിക്കലും അതേപോലെ ഒരുമിച്ച് എല്ലാവരും കൂടി ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടാണ് നോമ്പറക്കണ വിശേഷങ്ങളും ഉള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കണ്ട്, അല്ലെങ്കിൽ അടുത്ത പുതിയ എന്തെങ്കിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം നേരെ എന്താ പറയുക തിരുമ്പട പരിപാടിയിലേക്ക് നിന്നിട്ടില്ല. അതവിടെ അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കിക്കോളും. നമ്മൾ എന്തെങ്കിലുമൊക്കെ നുള്ളി പെറുക്കുമ്പോഴത്തേക്കും തിരുമ്പൽ അവിടെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതൊന്ന് തോരടാനുണ്ടാവുള്ളൂ കേട്ടോ. തോരട്ടല് ഇപ്പം തോരട്ടാലും ഉണങ്ങൂല എന്നല്ല, ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലേ. കാരണം നമ്മുടെ ദോഷം മുരിഞ്ഞ് കിട്ടണ മാതിരി ഇങ്ങോട്ട് മുരിഞ്ഞ് കിട്ടിക്കോളും നമ്മുടെ ഡ്രസ്സിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ഡ്രസ്സും യൂണിഫോമും കാര്യങ്ങളൊന്നും പുറത്തിടാൻ പറ്റില്ലടോ. അതെന്താ പറയുക, അതിങ്ങോട്ട് പെട്ടെന്ന് നരച്ച് പോകില്ലേ. അതുകൊണ്ട് അതൊന്നും ഞാൻ പുറത്തിടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ അടുക്കള ഭാഗത്ത് ഷീറ്റിൻ്റെ തൊട്ടാണ് കേട്ടോ കൊണ്ടിടൽ. എന്നിട്ട് നമ്മൾ ഡെയിലി ഒക്കെ ഇടുന്ന അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് ഞാൻ അധികം പുറത്ത് കൊടുന്ന് വെയിലത്തിടൽ കേട്ടോ. അങ്ങനെ അതാ തോരട്ട് കിട്ടാം. പിന്നെ അധികം ഡ്രസ്സുകളൊന്നും ഇട്ടാൽ ഞങ്ങൾ 3-4 മാത്രമല്ല, ഡെയിലി തിരുമ്പണോണ്ടും അധികം ഡ്രസ്സുകൾ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതാ 2-3 ചെടികൾ, 2-3 പറയാൻ പറ്റില്ല, 2 ചെടികൾ അത്രേ ഉള്ളൂ കേട്ടോ. ചട്ടിയിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ മുന്നത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു തുള്ളി വെള്ളം കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ അവല്ലേ നോമ്പാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പട്ടിണി കിടാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതാ ഒരു കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് 2 ആൾക്കും കൂടി കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ എടുത്തിരിക്കുന്ന ഒരാൾക്ക് അതിനാണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അപ്പുറത്തുള്ള 2 ആൾക്കും കൂടി അതും കൂടി കൊടുത്തുകൊണ്ട് പുറത്തത്തെ പരിപാടികളുണ്ട് കഴിഞ്ഞിട്ടാ. ഇന്നിൻ്റെ ശേഷം ഞാൻ നേരെ അടിക്കലും തുടയ്ക്കലും പരിപാടിയിലോട്ടാണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും ഞാൻ തുടയ്ക്കാറില്ല കേട്ടോ. കാരണം അധികം കച്ചറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അടിച്ചിടും, ഒന്നരാടാണ് ഞാൻ തുടയ്ക്കാറിട്ട. പിന്നെ അതാ രാവിലെ എല്ലായിടത്തും അവസ്ഥയും ബെഡ്ഷീറ്റ് കണ്ടാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതാ രാവിലത്തെ ആ തിരക്കുള്ള ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിങ്ങാണ്ട് പുതപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, അതിൽ ഒരു തുള്ളി സെൻറ്റിറ്റിക്കും അല്ലെങ്കിൽ സ്പ്രേ ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ച് വെക്കൂട്ടാ. എന്നാൽ പിന്നെ ഒരു എന്താ പറയുക, എന്നിട്ട് ശേഷം അടിച്ചൊരു തുടച്ചങ്ങാണ്ട് ആ റൂമുണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ അത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് നമ്മൾ അതിൽ പോയി കിടക്കുമ്പോഴും ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ കഴിഞ്ഞ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. പിന്നെ ചവിട്ടി ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് മണ്ണുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് കുറച്ച് നേരം അവിടെ വെയിലത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ ചവിട്ടി എടുത്താണ് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ